എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് മുണ്ട് വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ചുരിദാർ തയ്ക്കാൻ പോവുകയാണ്. പക്ഷെ തയ്ക്കുന്ന വീഡിയോ നാളെ ഉള്ളൂ. ഇന്ന് കട്ടിങ് വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് സെറ്റ് മുണ്ടാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഇതാ കുറച്ച് ഗോൾഡൻ കളർ നെറ്റ് പോലുള്ളൊരു തുണിയും കൂടെ എൻ്റെ അടുത്തുണ്ട്. അത് ചുരിദാർ തുണിയായിരുന്നു. അത് ഇതിന് മുമ്പ് ആരോ ചുരിദാർ തയ്ക്കാൻ തന്നതിൻ്റെ ബാലൻസ് തുണിയാണ് കേട്ടോ. അപ്പോൾ ആ തുണി ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇത്തവണത്തെ ഓണത്തിന് നമുക്ക് ഇടാനായിട്ട് സൂപ്പറായിട്ടുള്ള ചുരിദാറുകൾ തയ്ക്കണ്ടേ. അപ്പോൾ ഇതുപോലൊക്കെ നമുക്ക് ഭംഗിയായിട്ട് തയ്ച്ച് കഴിഞ്ഞാൽ കടയിൽ നിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. അതിനെക്കാട്ടിലും നല്ല കിടിലൻ ചുരിദാർ നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ സെറ്റ് മുണ്ട് ഇതാണ് കേട്ടോ. അപ്പോൾ ആ സെറ്റ് മുണ്ടിൻ്റെ ആ ഗോൾഡൻ വരുന്ന ആ ഒരു കരയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഈ ഒരു ചുരിദാർ കട്ടിങ് വീഡിയോ കാണുന്ന കൂട്ടുകാർ നാളെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചുരിദാർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് കാണണം കേട്ടോ. അടിപൊളി സൂപ്പറായിട്ടുള്ള ഒരു ചുരിദാറാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സെറ്റ് മുണ്ടിൻ്റെ കരയെല്ലാം നമ്മളിതാ കട്ട് ചെയ്ത് മാറ്റുക. രണ്ട് സൈഡിലെ കരയും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ കരയെല്ലാമാണ് കേട്ടോ. ഇത് നമുക്ക് എന്തിനൊക്കെ വേണമെങ്കിലും നമുക്ക് ഇനി ഇത് എടുക്കാതെ കളയണ്ട, നമുക്ക് സൂക്ഷിച്ച് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ സൂക്ഷിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ അടയാളം കറക്റ്റായിട്ടുള്ള ഒരു ചുരിദാർ എടുത്തോളൂ. എന്നിട്ട് ആ അടയാളം വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അളവ് നോക്കണം. നമുക്ക് എത്രത്തോളം തുണി വേണമെന്നൊന്ന് ജസ്റ്റ് നോക്കണം. നോക്കിയതിന് ശേഷം അത്രയും തുണി ആദ്യം കട്ട് ചെയ്ത് അങ്ങ് എടുക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് എത്രത്തോളം ഇറക്കം വേണോ അതിനനുസരിച്ചുള്ള തുണി ഞാൻ കട്ട് ചെയ്ത് മടക്കി രണ്ടായിട്ട് അവിടെ മടക്കി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ബാലൻസ് തുണി വരുന്ന ഇത്രയാണ് കേട്ടോ. അതും നമുക്ക് ആവശ്യമുണ്ട്. ഇതിന് ലൈനിങ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ മേടിക്കേണ്ട ആവശ്യമില്ല. ആ തുണി തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ടോപ്പിന് മുറിച്ചെടുത്ത് അത്രയും തന്നെ തുണിയില്ല കേട്ടോ. അതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഷോർട്ടാണ്. കാരണം ഇത് സെറ്റ് മുണ്ടല്ലേ. കാരണം സെറ്റ് സാരിയൊക്കെ ആകുമ്പോഴേ ഒരുപാട് നീളം കാണത്തുള്ളൂ. ഇത് സെറ്റ് മുണ്ടാകുമ്പോൾ ഇത്രയൊക്കെ വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സെറ്റ് മുണ്ട് നമ്മുടെ ചുരിദാറിൻ്റെ അളവിൽ എത്രത്തോളം ഇറക്കം വേണോ അതിനനുസരിച്ച് മുറിച്ചെടുത്തിട്ട് ഞാനിപ്പോൾ അത് നാലായിട്ട് മടക്കിയിട്ടുണ്ട്. നാലായിട്ട് മടക്കിയിട്ടിരിക്കുന്നത് നമ്മുടെ ചുരിദാറിൻ്റെ എത്രത്തോളം വണ്ണം വേണോ അതിനനുസരിച്ചാണ് മടക്കിയിട്ടേക്കുന്നത്. അതിനുശേഷം നമ്മുടെ കറക്റ്റായിട്ട് അളവിനുള്ള പാറ്റേൺ എടുക്കുക. അത് നമ്മൾ രണ്ടായിട്ട് മടക്കി ആ ഒരു ചുരിദാർ തുണിയുടെ മുകളിലേക്ക് വെക്കുക. എന്നിട്ട് നമ്മുടെ സ്ലിറ്റിൻ്റെ അവിടെ തൊട്ട് താഴോട്ട് കറക്റ്റായിട്ട് നേരെ വരച്ച് കൊടുക്കുക. അതിനുശേഷം ആ കൈക്കുഴിയുടെ അവിടെ നിന്ന് തൊട്ട് ഇതാ ഷേപ്പ് വരയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെ ചെയ്താൽ മതി. പിന്നെ നമ്മൾ അളവിനെക്കാട്ടിലും കുറച്ചുകൂടെ വണ്ണം കൂട്ടിയിട്ട് അടയാളം ചെയ്തോളുക. പിന്നെ ഇതാ ഷോൾഡർ വരുന്നിടവും കൈക്കുഴി വരുന്നിടവും ഒക്കെ ഒന്ന് ആദ്യം ഒന്ന് പോയിൻ്റ് ചെയ്യുക. പോയിൻ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കൈക്കുഴിയുടെ അവിടെ വരുന്നിടത്ത് ഞാനിങ്ങനെ ഒരു സ്ക്വയർ പോലെ വരച്ചിട്ടുണ്ട് കേട്ടോ. സ്ക്വയർ പോലെ വരച്ചിട്ട് അതിൻ്റെ അകത്ത് നിർത്തി ഇതാ ചെറുതായിട്ട് ഇങ്ങനെ ചരിച്ച് വരച്ചിട്ടുണ്ട്. അങ്ങനെ കൈക്കുഴിയും വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കഴുത്തിൻ്റെ അളവൊന്നും അടയാളം ചെയ്യേണ്ട. നമുക്ക് കഴുത്തിൻ്റെ നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് അടയാളം ചെയ്യാം കേട്ടോ. അപ്പം ഇതുപോലെ ചുരിദാർ അളവെടുക്കുന്നതൊക്കെ ഒരുപാട് വട്ടം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ പാറ്റേൺ വെച്ച് വെട്ടുന്ന അളവെടുക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു വീഡിയോയിൽ സ്റ്റിച്ചിങ് മാത്രം ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാകില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ കട്ടിങ് കാണിച്ചിട്ട് നാളെ ആ സ്റ്റിച്ചിങ് കൂടെ ആകുമ്പോൾ അത് മനസ്സിലാകുമല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ അളവെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒട്ടും തയ്യൽ അറിയാൻ മേലാത്തവർക്ക് നമ്മുടെ സ്വന്തം ചുരിദാർ തയ്ക്കണമെങ്കിൽ ഈ രീതിക്ക് ചെയ്താൽ മതി കേട്ടോ. ഇതിൽ അളവോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ അളവിനുള്ള ഒരു പാറ്റേൺ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ചുരിദാർ പീസ് ബാക്കിലെയും ഫ്രണ്ടിലെയും പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ലൈനിങ് ആയിട്ട് ഇടുന്ന തുണി എടുത്തിട്ട് അത് രണ്ടായിട്ട് മടക്കിയിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത്രയും നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ചുരിദാർ പീസ് വെട്ടിയതൊന്ന് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കി. അപ്പം ലൈനിങ്ങിന് നമ്മുടെ ചുരിദാർ പീസിൻ്റെ അത്രയും തന്നെ ഇറക്കം കിട്ടുന്നില്ല കേട്ടോ. കുറച്ചൊരു കുറവാണ്. കുഴപ്പമില്ലാതെ താഴെ വരെ ഉണ്ട്. എന്തായാലും ഒരു 3-4 ഇഞ്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ അതിൻ്റെ താഴെ നമ്മൾ വെച്ച് പിടിപ്പിച്ച് കഴിയുമ്പോൾ വെള്ള തുണിയാകുമ്പോൾ അതിൻ്റെ താഴെ ലൈനിങ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കുറച്ച് ഷോർട്ടായിട്ട് എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഇറക്കത്തിലുള്ളത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ് ആയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിനും ബാക്ക് പീസിനുള്ള ലൈനിങ്ങും ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള തുണി എടുത്തിട്ട് അത് 2 പീസ് തുണിയുണ്ട് കേട്ടോ. അത് 2 പീസ് ഞാൻ രണ്ടായിട്ട് മടക്കി ഇട്ടിരിക്കുകയാണ്. അതിന് ശേഷം നമ്മുടെ കൈ അടയാളം എടുക്കുക. അതെടുത്തിട്ട് ഇതേപോലെ തന്നെ കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് ആ കൈക്കുഴി എവിടെ വരുന്നോ അവിടെ ഒന്ന് പോയിൻ്റ് ചെയ്യുക. അതിന് ശേഷം ഇതാ കൈക്ക് എത്ര നീളമുണ്ടോ അത് ഇതുപോലെ അടയാളം ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതാ കൈ മടക്കി തയ്ക്കേണ്ട ഭാഗം അവിടെ ഒന്ന് നേരെ നമ്മൾ ഇതുപോലെ ചോക്ക് വെച്ച് കറക്റ്റായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മേളിൽ നിന്ന് നമ്മൾ കറക്റ്റായിട്ട് ഇറക്കം അളന്നിടത്തേക്ക് അതുപോലെ ചരിച്ച് വരച്ചങ്ങ് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് കൈക്കുള്ള തുണിയും കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കൈക്കും ലൈനിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ സെറ്റ് മുണ്ടാകുമ്പോഴത്തേനും അത്ര കട്ടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ കൈക്കൂടെ ലൈനിങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കൈക്ക് നല്ലൊരു
എന്തുവാ നല്ല ബലം കിട്ടും, അത്ര കട്ടിക്കുറവ് തോന്നിക്കത്തുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ ബാലൻസ് വന്ന തുണി അത് 4 തുണ്ടുണ്ട് കേട്ടോ, അത് ഞാൻ 4 തുണ്ടും ഒരുപോലെ ഇട്ടേക്കാം. അപ്പോൾ അതിൻ്റെ നടുക്കൊരു കട്ടിങ് വരും, അത് ലൈനിങ്ങിൻ്റെ അടി കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ കൈ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അതേപോലെ തന്നെ സെയിം ഇതേപോലെ തന്നെ ഒന്നും കൂടെ വെട്ടിയെടുക്കുക. അപ്പോൾ ഇത് ലൈനിങ് കൊടുക്കണമെങ്കിൽ മാത്രം ഇതുപോലെ വെട്ടിയെടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ വേണ്ട കേട്ടോ. അപ്പോൾ ലൈനിങ്ങും കൈക്ക് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ജോയിൻറ്റ് ചെയ്തിട്ടാണ് കേട്ടോ അതൊക്കെ തയ്ക്കുന്നത്. അതുപോലെ നമ്മൾ ഈ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ കൈയുടെ താഴ്വശം ഇങ്ങനെ വെട്ട് വരുന്ന രീതിയിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അത് നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ചുരിദാറിനുള്ള കൈക്കുള്ള തുണിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബോഡി പീസ് എടുക്കുക കേട്ടോ. ബോഡി പീസ് എന്ന് പറഞ്ഞാൽ ചുരിദാർ പീസ് എടുക്കുക, ഫ്രണ്ട് പീസ് എടുത്ത് വെച്ചിട്ട് രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. മടക്കി ഇട്ടതിന് ശേഷം നമ്മുടെ ആ നെറ്റ് തുണി എടുത്തു കേട്ടോ. നെറ്റ് തുണി എടുത്തിട്ട് അതും രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നെറ്റ് തുണി നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ എത്രത്തോളം കൊടുക്കണോ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഷോളറിൻ്റെ അവിടം തൊട്ട് താഴോട്ട് ഒരു 16 ഇഞ്ച് ഇറക്കം എടുക്കുകയാണ് കേട്ടോ. കുറച്ച് താഴോട്ട് ഇറക്കത്തിൽ നിൽക്കുന്ന രീതിയിലാണ് ഈ ഫ്രണ്ടിൽ നെറ്റ് തുണി കൊടുക്കുന്നത്. അപ്പോൾ 2 സൈഡിലും ആ 16 ഇഞ്ച് അടയാളം ചെയ്തിട്ട് നമുക്ക് അത്രയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ നെറ്റ് തുണി ഞാൻ ഫ്രണ്ടിൽ സ്ക്വയറായിട്ട് കൊടുക്കാനാണ് കേട്ടോ. ഈ ചിലർക്ക് റൗണ്ടിൽ കൊടുക്കുന്ന ഇഷ്ടമുണ്ടാകും. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലെ തുണി ഫ്രണ്ടിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചുരിദാർ കളർഫുള്ളാക്കാൻ പറ്റും. അപ്പോൾ ഈ നെറ്റ് തുണി എന്ന് പറഞ്ഞാൽ വലിയ പൈസയൊന്നുമില്ല കേട്ടോ, നമുക്ക് കുറച്ചൊക്കെ ആയിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ. എന്ന് വെച്ചാൽ തുണി കട്ട് ചെയ്ത് കൊടുക്കുന്ന കടകളിൽ ചെന്നാൽ അവിടെ നിന്നാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഇത് ചുരിദാർ പീസ് തന്നെയായിരുന്നു നെറ്റിൻ്റെ. അപ്പോൾ ഞാനത് ഇവിടെ ഉള്ളത് കൊണ്ട് അത് തന്നെ അങ്ങ് വെച്ച് ഇതുപോലെ അങ്ങ് ഭംഗിയാക്കി എടുക്കുകയാണ് നമ്മുടെ ചുരിദാർ കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പീസിന് നമുക്ക് എത്രത്തോളം ഇറക്കത്തിൽ വേണോ അത്രയും ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് രണ്ടായിട്ട് മടക്കി വെച്ചേക്കുക. അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ കഴുത്ത് ഇനി അടയാളം ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൽ തന്നെയാണ് കഴുത്ത് വെട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ തുണിയും കൂടെ കൂട്ടിയാണ് കഴുത്ത് വെട്ടുന്നത്. അപ്പം നമ്മുടെ കഴുത്തിന് എത്രത്തോളം അകലം വേണോ അതാണ് ഇപ്പോൾ ഞാൻ അടയാളം ചെയ്യുന്നത്. ഞാനിവിടെ ഒരു 3 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ, അകലം എടുക്കുന്നത്. ഇത് വി കഴുത്താണ് കട്ട് ചെയ്യുന്നത്. 3 ഇഞ്ച് അകലവും എടുത്തു, താഴോട്ട് 7 ഇഞ്ച് ഇറക്കവും എടുക്കുന്നു കേട്ടോ. അത്രയും മാത്രം മതി വി കഴുത്തിന്. അപ്പോൾ താഴ്വശത്ത് അകലം വേണ്ട. വി കഴുത്ത് മേളിൽ നമ്മൾ അകലം അടയാളം ചെയ്തിട്ട് താഴോട്ട് ഇറക്കം എടുത്തിട്ട് സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ ചരിച്ച് വരയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വി ആയിക്കോളൂ കേട്ടോ. അങ്ങനെ കറക്റ്റായിട്ട് ഇത് ചരിച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ തുണിയും നമ്മുടെ ചുരിദാർ തുണിയിലും കൂടെ ചേർത്താണ് നമ്മളിത് കഴുത്ത് വെട്ടിയെടുക്കുന്നത്. പിന്നെ ലൈനിങ്ങിൽ നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ലൈനിങ്ങിൽ വെച്ച് നമ്മൾ ആദ്യം കഴുത്തൊന്ന് തയ്ച്ചതിന് ശേഷമാണ് ലൈനിങ് കട്ട് ചെയ്ത് മാറ്റുന്ന കഴുത്ത്. അപ്പോൾ ലൈനിങ്ങിൽ മാത്രം നമ്മൾ കഴുത്ത് വെട്ടണ്ട. അപ്പോൾ അത്രയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴുത്ത് ഇവിടെ ഫ്രണ്ടിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതാ ഞാൻ നമ്മുടെ ചുരിദാർ തുണി ഒന്ന് ഓപ്പൺ ചെയ്യാവേ. ഇതാ ഓപ്പൺ ചെയ്ത് ഇതാ വി കഴുത്തായിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കുന്ന തുണിയും ഇതാ വി പോലെ കഴുത്ത് അതിലും വെട്ടിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഫ്രണ്ടിൽ ഈ ഒരു തുണി വരും. അതുപോലെ ബാക്ക് പീസിൽ ഇറങ്ങിയ യു ആണ്. ബാക്കിൽ ഞാൻ ഈ ഒരു തുണി റൗണ്ടിൽ കൊടുക്കുന്നുണ്ട്, ചെറിയ വീതിക്ക് കൊടുക്കുന്നുണ്ട്. ബാക്കിൽ ഒരു കെട്ടും കൊടുക്കുന്നുണ്ട് ടീ ചുരിദാറിൽ. അപ്പോൾ നമ്മളിത് ഫ്രണ്ട് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ലൈനിങ്, അപ്പോൾ ആദ്യം നമ്മൾ ലൈനിങ്ങിൽ വെച്ച് തയ്ക്കണം നമ്മുടെ കഴുത്ത്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ആ ഫ്രണ്ടിലെ തുണി. അത് നാളത്തെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇപ്പം ജസ്റ്റ് ഞാൻ വെട്ടിയതിന് ശേഷം നിങ്ങളെ ഒന്നുകൂടെ കാണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലൈനിങ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ലൈനിങ്ങിൽ കഴുത്ത് വെട്ടിയിട്ടില്ല. ആദ്യം നമ്മുടെ കഴുത്ത് വി പോലെ വെട്ടിയിരിക്കുന്ന തുണി ഇതുപോലെ എടുത്ത് വെച്ച് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ആ ലൈനിങ്ങിൽ എക്സ്ട്രാ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ആ ഫ്രണ്ടിൽ ആ ഗോൾഡൻ കളർ തുണി പിടിപ്പിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വെച്ച് കാണിക്കുന്നതാണേ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ വി കഴുത്താണ്. അപ്പോൾ കഴുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസിലെ കഴുത്തും കൂടെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മുടെ ബാക്ക് പീസ് എടുത്ത് ലൈനിങ്ങും എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്ക് പീസിൽ ചുരിദാറിൻ്റെ പീസും എടുത്ത് രണ്ടും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടിലും കൂടെ ചേർത്ത് കഴുത്ത് വെട്ടു കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ ബാക്കിൽ യു പോലെ ഈ ആ ഒരു ഗോൾഡൻ തുണി കൊടുക്കുന്നുണ്ട് റൗണ്ടിൽ കേട്ടോ ബാക്കിൽ. അപ്പോൾ നമ്മൾ ആ തുണി കുറച്ച് എടുക്കുക. ആദ്യം നമ്മൾ സ്ക്വയറായിട്ടല്ലേ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് രണ്ടായിട്ട് മടക്കി ഇടുക കേട്ടോ. ആ ഗോൾഡൻ കളർ തുണി ഞാൻ ആവശ്യത്തിനനുസരിച്ച് മടക്കി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ താഴെ ഇരിക്കുന്ന നമ്മുടെ ചുരിദാർ തുണിയും ലൈനിങ് തുണിയും കൂടെ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് 3ഉം കൂടെ ചേർത്താണ് ഇതിൽ കഴുത്ത് വെട്ടുന്നത് കേട്ടോ. അപ്പോൾ യു കഴുത്താണ് ഇതിൽ വെട്ടുന്നത്. നല്ല ഇറക്കിയാണ് കഴുത്ത് വെട്ടുന്നത്.
അപ്പോൾ അകലം ഞാൻ 3 ഇഞ്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. താഴോട്ടുള്ള ഇറക്കം മാത്രം ഇച്ചിരി കൂടുതൽ എടുക്കുന്നുണ്ട്. 7.5 ഇഞ്ചോളം താഴോട്ട് ഇറക്കം എടുക്കുന്നുണ്ട്. അതെന്നാന്ന് വെച്ചാൽ ഈ താഴോട്ട് നല്ല ഇറക്കത്തിൽ എടുത്തിട്ട് നമ്മൾ കെട്ട് കൊടുക്കുമ്പോൾ അന്നേരം ഉള്ളൂ ആ കഴുത്തിന് നല്ല ഭംഗി വരുള്ളൂ. നമ്മൾ കഴുത്ത് ചെറുതാക്കുമ്പോൾ പിന്നെ കെട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്കിലൊരു കെട്ടുകൂടെ കൊടുക്കുന്നുണ്ട് വള്ളി. അപ്പം അതുകൊണ്ടാണ് ഇത്രയും ബാക്കിലേക്ക് കഴുത്ത് ഇറക്കം എടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കഴുത്തിൻ്റെ അകലവും ഇറക്കവും ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 7.5 ഇഞ്ചാണ് ബാക്ക് കഴുത്ത് എടുത്തിരിക്കുന്നത് കേട്ടോ. 3 ഇഞ്ച് അകലമാണ് എടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ 7 ഇഞ്ച് ഇറക്കവും അകലം 3 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരു സ്ക്വയറായിട്ട് പോലെ അടയാളം ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നിർത്തി യു പോലെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ തുണിയോട് കൂടിയാണ് വരച്ചെടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ആ ഗോൾഡൻ തുണിയിൽ കുറച്ച് അകലത്തിൽ ഒരു 2 ഇഞ്ച് വീതി അകലത്തിൽ റൗണ്ട് ചെയ്ത് വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴുത്ത് തയ്ക്കുന്നത് നമ്മുടെ ഈ ഗോൾഡൻ കളർ തുണി വെച്ച് റൗണ്ടിൽ കഴുത്ത് തയ്ച്ചിട്ട് ഇത് നല്ല വശത്തേക്ക് തിരിച്ചു കൊണ്ടുവരും. അപ്പം നമ്മുടെ ബാക്കിൽ നോക്കുമ്പോഴത്തേനും ആ ഒരു തുണി റൗണ്ടിൽ ഇങ്ങനെ ഇരിക്കും ബാക്ക് വശത്ത് കാണാൻ. അപ്പോൾ അതിന് വേണ്ടിയാണ് അങ്ങനെ അതുപോലെ റൗണ്ടിൽ വെട്ടിയെടുത്തേക്കുന്നത്. ഇനി കഴുത്തിന് വേണ്ടി എക്സ്ട്രാ തുണിയൊന്നും വെട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ബാക്ക് പീസിൽ കൊടുക്കുന്ന ആ തുണി വെച്ച് തന്നെ നമ്മൾ കഴുത്തും തയ്ച്ചെടുക്കും. അപ്പോൾ ലൈനിങ്ങും ചുരിദാർ പീസിലും പിന്നെ നമ്മൾ ഈ ഒരു തുണിയിലും കൂടെ ചേർത്താണ് നമ്മൾ കഴുത്ത് വെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാനതൊന്ന് നൂർത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈനിങ്, അപ്പോൾ നമ്മുടെ ചുരിദാർ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നാളത്തെ വീഡിയോ നമ്മുടെ സ്റ്റിച്ചിങ് ആണ്. കിഡ്ലൻ ചുരിദാറാണ് തയ്ച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബാക്ക് പീസാണ്. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ വരും കേട്ടോ. ഇങ്ങനെ റൗണ്ടിൽ കൊടുക്കും. എന്നിട്ട് ബാക്കിൽ ഒരു കെട്ട് വള്ളിയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചുരിദാർ കട്ടിങ് വീഡിയോ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളത്തെ നമ്മുടെ ഈ ചുരിദാർ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ, ഗുഡ് നൈറ്റ്.